കുഞ്ഞുനാൾ തൊട്ടേ ഓർമ്മ വെച്ച കാലം തൊട്ട് തന്നെ പലരും കേട്ടിട്ടുള്ള പേരാണ് കുംഭമേള, മഹാകുംഭമേള. അങ്ങനെയൊക്കെ തന്നെ പഠിച്ചിട്ടും ഉണ്ട് തോന്നുന്നുണ്ട്. പക്ഷേ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് അറിയണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ യു പിയിൽ പ്രയാഗ്രാജിൽ വെച്ച് നടക്കുന്ന മഹാകുംഭമേള പേപ്പറുകളിലും ന്യൂസുകളിലും എല്ലാം തന്നെ വലിയൊരു വാർത്താ പ്രാധാന്യം നേടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ടും ഈ കുംഭമേളകൾ എന്താണ്, അല്ലെങ്കിൽ കുംഭമേള എന്താണെന്ന് അറിയാനുള്ളൊരു ആകാംക്ഷ തീർച്ചയായിട്ടും ഉണ്ടായി. കാരണം ഇതെനിക്ക് എന്താണെന്ന് ഇതുവരെയും അറിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ കുറേ സയൻറ്റിസ്റ്റുകളുടെ യൂട്യൂബുകൾ കണ്ടു, കുറച്ച് ബുക്ക് എടുത്ത് റെഫർ ചെയ്തു. എന്നൊക്കെ ആയിട്ട് ഒരു പ്രാഥമികമായിട്ട് നിഗമനം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഇതറിയാത്തവർക്ക്, കുംഭമേളകൾ എന്താണെന്ന് അറിയാത്തവർക്കുള്ളൊരു പ്രാഥമികമായിട്ടുള്ള ഒരു അറിവ് മാത്രമാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. അതായത് 12 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന മതപരമായ ഒരു മഹാസമ്മേളനമാണത്രേ കുംഭമേള. ലോകജനത മുഴുവനും, ലോകത്തിൻ്റെ പല ഭാഗത്തിലുള്ള ഒരുപാട് ഉന്നതന്മാരായിട്ടുള്ള വ്യക്തികളടക്കം ഈ മഹാസമ്മേളനത്തിൽ പങ്കെടുക്കുകയും അതിൽ സന്തോഷവാന്മാരായും സന്തോഷവതികളുമായിട്ട് തിരിച്ചു പോകുന്നുമുണ്ട്. ഹിന്ദു പുരാണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥയാണത്രേ മഹാകുംഭമേളയ്ക്കുള്ളത്. കുംഭമേളകൾ നടത്താറുള്ളത് 4 പുണ്യ നദിക്കരയിൽ വെച്ചിട്ടാണ്. ഒന്ന് ഉത്തരാഖണ്ഡിലെ ഹരിദ്വാർ, 2 മധ്യപ്രദേശിലെ ക്ഷിപ്ര നദിക്കരയിലുള്ള ഉജ്ജയിനി, 3 മഹാരാഷ്ട്രയിലെ ഗോദാവരി തീരത്തുള്ള നാസിക്, ഗംഗ യമുന സരസ്വതി നദികളുടെ സംഗമ സ്ഥാനമായ യു പിയിലെ പ്രയാഗ്രാജ്. യു പിയിലെ പ്രയാഗ്രാജിൽ മാത്രമാണ് ഈ മഹാകുംഭമേളകൾ നടക്കുക. ഇപ്പം നടക്കുന്ന കുംഭമേള ഇനി 144 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഒന്നായതുകൊണ്ട് തന്നെ നമ്മൾ ആരും തന്നെ, ഇന്ന് ജീവിച്ചിരിപ്പുള്ള ഒരാൾക്കും തന്നെ ഇനിയുള്ള ഈ മഹാകുംഭമേളയിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യം സിദ്ധിക്കില്ല എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഈ 4 പുണ്യ നദികളും എങ്ങനെ ഇങ്ങനെ മഹാകുംഭമേളകൾ നടത്താവുന്ന രീതിയിൽ അതിൻ്റെ ഒരു ദൈവികത കൈവരിച്ചു എന്നുള്ളത് നമ്മൾ സെർച്ച് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ എത്തുന്നത് ഹിന്ദു പുരാണത്തിലേക്കാണ്. കാരണം ഹിന്ദു പുരാണം അനുസരിച്ചിട്ട് ദേവന്മാരും അസുരന്മാരും പാലാഴി കടഞ്ഞ കഥയും അതിൽ നിന്നും പാരിജാതം, മഹാലക്ഷ്മി എന്നുള്ള വിശിഷ്ട വസ്തുക്കൾ, കാമധേനു തുടങ്ങിയ വിശിഷ്ട വസ്തുക്കൾ ഉയർന്നു വന്നതും ആദ്യം തന്നെ ഉണ്ടായ വിഷത്തെ പരമശിവൻ പാനം ചെയ്തതും എല്ലാം തന്നെ ഒരുവിധം ഹിന്ദു പുരാണം അറിയുന്നവർക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ ദേവന്മാരും അസുരന്മാരും പാലാഴി കടയുന്ന സമയത്ത് രണ്ടുപേരുടെയും ഒരേ ഒരു ലക്ഷ്യം അമൃതകുംഭം ലഭിക്കുക, അല്ലെങ്കിൽ ഇന്നും ഈ അമരത്വം നൽകുന്ന ഈ അമൃത് തൻ്റേതാക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് ഈ 2 ദേവന്മാർക്കും അസുരന്മാർക്കും ഉണ്ടായിരുന്നത്. അവസാനം പാലാഴി മദനത്തിൻ്റെ അവസാനം ധന്വന്തരി ഭഗവാൻ അമൃതകുംഭവുമായിട്ട് പ്രത്യക്ഷപ്പെടുകയും ദേവന്മാർ ഇത് അസുരന്മാരിൽ നിന്നും എങ്ങനെ മറച്ചു വെക്കണം എന്നുള്ള ആദിയിലാവുകയും ചെയ്തു. അതായത് ഇത് അസുരന്മാരുടെ ആസുരികത്വം, അതായത് അവരുടെ ആ ഒരു നീചമായിട്ടുള്ള മനോഭാവങ്ങൾ ദേവന്മാർക്ക് വിനയായിട്ട് വരുമോ എന്നുള്ളൊരു പേടി, അതുപോലെ തന്നെ ദേവന്മാർ നമ്മൾക്ക് ഭീഷണിയായിട്ട് മാറുമോ എന്നുള്ള പേടി, ഈ അമരത്വം കൊണ്ട് തന്നെ ലോകം മുടിക്കുമോ എന്നുള്ള പേടി, ഇതൊക്കെ കൊണ്ട് തന്നെ ദേവന്മാരത് അസുരന്മാരെ കാണിക്കാതെ മാറ്റി വയ്ക്കാനാണ് തീരുമാനിച്ചത്. അത് ഗരുഡനെ ഏൽപ്പിക്കുകയാണ്. ആ അമൃതകുംഭത്തിനെ ഗരുഡനെ ഏൽപ്പിക്കുകയാണ്. ഗരുഡനെ ഏൽപ്പിച്ച ഈ കുംഭത്തിൽ നിന്നും അമൃത് ഈ പറഞ്ഞ ഈ 4 പുണ്യ നദിക്കരയിലും ഓരോ ഡ്രോപ്പായിട്ട് വീണു പോവുകയാണ്. അങ്ങനെയാണത്രേ ഈ പുണ്യ നദികളെല്ലാം തന്നെ നിഗൂഢമായ ഒരു ദൈവീകത്വം കൈവരിക്കുകയും, അതായത് വലിയൊരു പുണ്യനദിയായിട്ട് അതിൻ്റെ നിഗൂഢ അർത്ഥങ്ങൾ ഒരുപാടുള്ളൊരു പുണ്യനദികളായിട്ട് മാറിയതും അതുകൊണ്ട് തന്നെയാണത്രേ. അപ്പോൾ ഈ മഹാകുംഭമേളയുടെ ഐതിഹ്യം ഇതാണ്. കാരണം കുംഭം പ്ലസ് മേള, അപ്പോൾ ഈ നദിയിൽ സ്നാനം ചെയ്യുക, ഇതൊക്കെയാണ് അവിടുത്തെ പ്രധാന പരിപാടികൾ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഈ കുംഭമേള ഉണ്ടായത് എന്നാണ് പറയുന്നത്. ഈ അസുരന്മാരും ദേവന്മാരും തമ്മിൽ 12 ദിവസത്തെ യുദ്ധമാണത്രേ ഉണ്ടായത്, ഈ അമൃതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം. അപ്പോൾ ഈ 12 ദിവസമാണ് നമുക്ക് 12, നമ്മുടെ മനുഷ്യന്മാർക്ക് അത് 12 വർഷമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ 12 വർഷത്തിൽ 4 വർഷം തോറും നടക്കുന്ന ഒരു കുംഭമേളയാണ് മഹാകുംഭമേള, മാഘകുംഭമേള, പൂർണ്ണകുംഭമേള, അർദ്ധകുംഭമേള, സൂര്യൻ, വ്യാഴം,
ചന്ദ്രൻ, ശനി എന്നീ ഗ്രഹങ്ങളുടെ സഞ്ചാരപാതയെ അനുസരിച്ചിട്ടാണ് കുംഭമേളകൾ സംഘടിപ്പിക്കുന്നത്. അതായത് ഈ ഗ്രഹങ്ങളുടെ സഞ്ചാര പാത വ്യത്യാസപ്പെടുന്നതിനനുസരിച്ച് അതിനൊരു പ്രത്യേക കണക്കുന്നുണ്ട് ജ്യോതിഷാചാര്യന്മാർക്ക്. അതിനനുസരിച്ചിട്ടാണ് അത്ര ഈ കുംഭമേളകൾ നടന്നു വരാറുള്ളത്. ഈ കുംഭമേള നടന്നു എന്നുള്ളതിൻ്റെ ആദ്യ ലിഖിത തെളിവ് AD 625 മുതൽ 645 വരെ ഭരിച്ചിരുന്ന ഹർഷവർദ്ധൻ്റെ ഭരണകാലത്ത് ചൈനീസ് സഞ്ചാരിയായ ഹുവാൻ സിംഗിൻ്റെ യാത്രാവിവരണത്തിൽ ഈ കുംഭമേളകൾ നടന്നതിനെക്കുറിച്ചുള്ള രേഖകൾ ഉണ്ട് എന്നാണ് പറയുന്നത്. പ്രവചനം, കീർത്തനം, മഹാപ്രസാദം എന്നിവയാണ് ഈ സ്നാനത്തിനൊപ്പം നടത്തുന്ന പ്രധാന കാര്യങ്ങൾ. കുംഭമേളയിൽ ഷഹിസ്ഥാൻ എന്ന് പറയുന്ന ഒരു വിശുദ്ധരുടെ നേതൃത്വത്തിലാണ് ആദ്യത്തെ കുളി ഉണ്ടാവുക അത്രേ. അത് രാവിലെ നേരത്തെ ഏർലി മോർണിംഗ് 3 AM ആദ്യത്തെ കുളി ഉണ്ടാവുക. വിശുദ്ധനായ ഒരു വ്യക്തിയുടെ സ്നാനത്തിന് ശേഷമാണ് ബാക്കിയുള്ള എല്ലാ ജനങ്ങളും അതിൻ്റെ പിന്നാലെ സ്നാനം ചെയ്തു പോരുന്നത് അത്രേ. ഇതിൻ്റെ പരമമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറഞ്ഞാൽ മോക്ഷം കിട്ടും. ഒരുപാട് പോസിറ്റിവിറ്റി ശരീരത്തിനുണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള, അതായത് നാഗസന്യാസിമാർ, അഘോരി സന്യാസിമാർ, അങ്ങനെ സന്യാസികളിൽ തന്നെ നമ്മൾ ഊഹിക്കാവുന്നതിൽ അപ്പുറം സന്യാസി വിഭാഗങ്ങളുണ്ട്. അവരെല്ലാവരും തന്നെ ഒരു മതപരമായ ഒരു ചടങ്ങിൽ അതായത് സംബന്ധിക്കുമ്പോൾ ആ ഭാഗത്തുണ്ടാവുന്ന പോസിറ്റിവിറ്റി നമുക്ക് എല്ലാവർക്കും പറയാതെ തന്നെ അറിയാവുന്നതേ ഉള്ളൂ. ഒരുപാട് ലോകനന്മയ്ക്കായി പ്രാർത്ഥിക്കുന്ന ഒരുപാട് മനസ്സുകളുടെ സംഗമം അവിടെ തീർച്ചയായും ആ ഒരു പുണ്യഭൂമിയെ ഒരു പോസിറ്റിവിറ്റി നിറഞ്ഞ ഒരു അന്തരീക്ഷമായിട്ട് മാറ്റും. അത് ഏറ്റുവാങ്ങാനും ഈ പുണ്യനദിയിൽ സ്നാനം ചെയ്താലുള്ള ആ ഒരു മോക്ഷം അല്ലെങ്കിൽ ആ ഒരു ഫലപ്രാപ്തി കിട്ടാനും വേണ്ടിയിട്ടാണ് ജനങ്ങളെല്ലാവരും തന്നെ ഈ മഹാകുംഭമേളയിൽ പങ്കെടുക്കുന്നത്. ഈ പുണ്യനദികളിൽ അമൃതം വർഷിച്ച ദിവസങ്ങളിലാണത്രേ കുംഭമേള നടക്കുന്നത്. ഇതൊക്കെയാണ് കുംഭമേളയെക്കുറിച്ച്, മഹാകുംഭമേളയെക്കുറിച്ച് ഇതെല്ലാം ഞാൻ അറിഞ്ഞ വിവരങ്ങൾ നിങ്ങൾക്കായിട്ട് ഞാൻ ഷെയർ ചെയ്യുകയാണ്. ഒട്ടും തന്നെ കുംഭമേളകളെക്കുറിച്ച് അറിയാത്ത ആൾക്കാർക്ക് ഒരുപാട് ഉപകാരം ആവും ഈ വീഡിയോ എന്ന് തന്നെ ഞാൻ കരുതുന്നു. നന്ദി.